റിപ്പോർട്ടർ ഇംപാക്ട്. മലിനജലം ഒഴുക്കിയ തിരുവനന്തപുരം മൃഗശാലയ്ക്ക് അന്ത്യശാസനം. ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മൃഗശാലയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി. മൃഗശാലയുടെ പ്രവർത്തനം ചട്ടവിരുദ്ധമെന്നും ശിക്ഷാർഹമെന്നും നോട്ടീസിൽ പറയുന്നു. 6 വർഷമായി പ്ലാന്റ് പ്രവർത്തിക്കാത്ത വാർത്ത റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത്. മൃഗവിസർജ്യം ഉൾപ്പെടെ മലിനജലം പൊതു അഴുക്കുചാലിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് മൃഗശാലയ്ക്കെതിരെ നിലപാട് ഘടിപ്പിച്ചത്. മലിനജലം ആമേഴഞ്ചാലിലേക്ക് ഒഴുക്കിവിടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അന്ത്യശാസനം. ഈ മാസം 20-ന് തിരുവനന്തപുരം മൃഗശാല ഡയറക്ടർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി. എത്രയും പെട്ടെന്ന് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നിർദ്ദേശം. മൃഗശാല പ്രവർത്തിക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് കുറ്റകരമാണെന്നും ശിക്ഷാർഹമാണെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് നോട്ടീസ്. റിപ്പോർട്ടർ വാർത്തകൾ അടിസ്ഥാനമാക്കിയാണ് നോട്ടീസ് നൽകിയത്. പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ മലിനജലമാണ് മൃഗശാലയിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ. മലിനജലത്തിൽ മനുഷ്യരിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. മൃഗശാലയിലെ മാനുകൾക്ക് മനുഷ്യരിലേക്ക് പകരുന്ന ക്ഷയരോഗവും വ്യാപകമാണ്. പഠന റിപ്പോർട്ടുകളും സുപ്രധാന തെളിവുകളും റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ കോർപ്പറേഷൻ മൃഗശാലയിൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയ്ക്ക് പിന്നാലെ 1.5 ലക്ഷം രൂപ മൃഗശാലയ്ക്ക് പിഴ ചുമത്തി. ഈ മാസം 31-ന് മുൻപ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയത്. റിപ്പോർട്ടർ ആർ. ഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.